AC ക്ലാസ് മുറിയിലിരുന്ന് ഡിജിറ്റൽ ബോർഡിൽ നോക്കി പഠിക്കുന്നത് ഒരു സാധാരണ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? എന്നാൽ സാധാരണക്കാരുടെ മക്കൾക്കും അങ്ങനെ പഠിക്കാം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് മലപ്പുറം നഗരസഭ. എനിക്ക് പിറകിൽ കാണുന്ന ഈ കെട്ടിടമാണ് മലപ്പുറം നഗരസഭയിലെ മേൽമുറി സെൻട്രൽ GM LP സ്കൂൾ. ഒരു വർഷം മുമ്പ് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദായതോടെ സമീപത്തെ മദ്രസയിൽ താൽക്കാലികമായാണ് ഇപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നത്. ഈ കെട്ടിടം തകർന്ന് ജീർണിച്ച് വീഴാറായ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് കുട്ടികളെ ഇവിടുന്ന് മാറ്റിയതും ഫിറ്റ്നസ് റദ്ദാക്കുകയും ചെയ്തത്. പക്ഷേ നിലവിൽ ഈ സ്കൂളിന്റെ ചരിത്രവും ചിത്രവുമൊക്കെ മാറാൻ പോവുകയാണ് വരുന്ന ഞായറാഴ്ച. അതെങ്ങനെയാണെന്നല്ലേ കാഴ്ചകൾ കാണാം. ഈ പൊട്ടിപ്പൊളിഞ്ഞ സ്കൂളിൽ നിന്നും സ്വപ്നതുല്യമായ ഒരു മാറ്റത്തിലേക്ക്. ഇനി ആ കുട്ടികൾ ഇവിടെ പഠിക്കും. നല്ല AC-യുടെ തണുപ്പിൽ ഡിജിറ്റൽ ക്ലാസ് മുറികളിൽ. ₹5,58,00,000 ചിലവിൽ മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിലാണ് സ്ഥലം വാങ്ങി പുതിയ സ്കൂൾ പണിതത്. ഞങ്ങളുടെ ഈ സ്കൂൾ 100 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. നിലവിലുണ്ടായിരുന്ന പഴയ ജീർണിച്ച കെട്ടിടം അത് ഏറെക്കുറെ ഈ വർഷം ഗവൺമെന്റ് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ രീതിയിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞതിനാൽ ബിൽഡിംഗ് മാറേണ്ടി വന്നു. 100 വർഷം പഴക്കമുള്ള ബിൽഡിംഗാണ്. ഏതായാലും പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ഘട്ടം ഞങ്ങൾ ആലോചിച്ചു. പുതിയ കാലഘട്ടത്തിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഈ മേഖലയിൽ ധാരണയുള്ള ആളുകളെ സംസാരിച്ചു, ആർക്കിടെക്ട്സുമായിട്ട് സംസാരിച്ചു. ഇന്ന് ഈ ഗവൺമെന്റ് LP സ്കൂളിൽ എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. എയർ കണ്ടീഷൻഡ് എല്ലാ ക്ലാസ് റൂമുകളിലും 4 ടൺ AC ആണ് ഒരു ചെറിയ ക്ലാസ് റൂമിൽ. അതായത് ഒരു ക്ലാസ്സിൽ തന്നെ 2 ടൺ AC-യുടെ 2 യൂണിറ്റ് പ്രകാരം 21 AC നമ്മുടെ ഈ ബിൽഡിംഗിൽ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വരാൻ പോകുന്നത് മെയിൻ്റനൻസ് കോസ്റ്റിന്റെ ഒരു കാര്യമാണ്, അഥവാ ഇലക്ട്രിക് ചാർജ്. അത് മുൻകൂട്ടി കണ്ട് എല്ലാ സിസ്റ്റവും എൻ്റയർ സിസ്റ്റം സോളാർ ബേസ്ഡ് ആക്കി. ഇതിനുവേണ്ടി സോളാറിന്റെ കാര്യത്തിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ അതുകൊണ്ടുള്ള ഗുണം ഇത് എത്ര കാലം മുന്നോട്ട് പോകുമ്പോഴും സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നഗരസഭക്കോ സ്കൂളുമായി ബന്ധപ്പെട്ടവർക്കോ വരാത്ത രീതിയിലാണ് ആ കാര്യങ്ങൾ ചെയ്തത്. എല്ലാ ക്ലാസ് റൂമിലും സ്ക്രീനുകൾ കൊടുത്തു. ലാപ്ടോപ്പ് ബേസ്ഡ് ആക്കാൻ ടീച്ചേഴ്സിന്റെ യോഗം വിളിച്ചിട്ടുണ്ട്. അവരോട് അതിന്റെ പ്രിപ്പറേഷൻ അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ആ രീതിയിൽ ഒന്നുകൂടി എക്വിപ്ഡ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഫ്ലോറുകളിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ കൊടുത്തു. നമ്മുടെ ഇന്റഗ്രേറ്റഡ് സൗണ്ട് സിസ്റ്റം കൊടുത്തു. സ്കൂളിന് മൊത്തം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് ഇൻഫർമേഷനും മറ്റും കൊടുക്കാൻ. ഇവിടുത്തെ ഡൈനിങ് ഹാൾ, ഏറ്റവും സൗകര്യമുള്ള ഡൈനിങ് ഹാൾ ഉണ്ടാക്കി. അതുപോലെ കിച്ചൺ, സാധാരണ ഉണ്ടാകുന്ന സ്കൂൾ കിച്ചണുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മോഡേൺ കിച്ചൺ ഫെസിലിറ്റീസും ഒരുക്കി. തീർത്തും സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ പുതിയ മാറ്റം കുട്ടികൾക്ക് വലിയ അനുഭവമാവും നൽകുക. ഒപ്പം രക്ഷിതാക്കൾക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് ഇന്ത്യയിൽ തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ഇത്തരം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു സ്കൂള് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ സന്തോഷം. രക്ഷിതാക്കളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവരുടെ മക്കളും കൂടി ബാക്കി പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അതേ സൗകര്യം അവരുടെ മക്കൾക്കും ലഭിക്കുക എന്നുള്ളത് വലിയ സന്തോഷത്തിലാണ്. പുതിയ സ്കൂൾ ET മുഹമ്മദ് ബഷീർ MP ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. നമ്മൾ ആദ്യം കണ്ട ആ പൊട്ടിപ്പൊളിഞ്ഞ സ്കൂളിൽ നിന്ന് കുട്ടികൾ മാറുന്നത് ഫുൾ AC ഉള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ സ്കൂളിലേക്കാണ്. അത് ഒരു 1.5 മാറ്റമായിരിക്കും. മലപ്പുറത്ത് നിന്ന് അൻരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.